ഹലോ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊന്നും ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല, കുറച്ച് തിരക്കായി പോയി. ഇന്നിപ്പോൾ മോന് ക്ലാസ്സും മോനൊന്നിനും തെറാപ്പിക്കൊന്നും കൊണ്ടുപോകേണ്ടില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നൊരു വീഡിയോ ചെയ്തേക്കാന്നേ. അപ്പോൾ ഞാൻ എൻ്റെ മുമ്പേയിലെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് കോഴികളെ വളർത്തുന്നില്ലതല്ല. കുറച്ച് നേരം ഇളക്കി വിട്ടിട്ടും കുറച്ച് നേരം അടച്ചിട്ടിട്ടും അങ്ങനെയല്ലാന്ന് എൻ്റെ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവരെ വളർത്തുന്നത്. അപ്പം ഞാൻ രാവിലെ ഇവരെ ഇറക്കിയപ്പോൾ തന്നെ തലേനാളത്തെ ഫുഡ് വേസ്റ്റിൽ തവിടെല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് കൊടുക്കല്. മുട്ടത്തോട് പൊടിച്ചിട്ടെല്ലാം അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കൽ. രാവിലത്തെ തീറ്റ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുറന്നിളക്കലാണ്. അത് കഴിഞ്ഞ് ഉച്ചയാവാനാകുമ്പോൾ ഞാൻ അവരെ കൂട്ടിലേക്ക് അടച്ചിടൽ. കോഴികളിൽ ഇതുപോലെ മേഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും കൂട്ടിലേക്ക് കയറ്റുന്ന സമയത്തിനുള്ളിൽ ഞാൻ ഈ ബ്ലാക്ക് സോൾജർ പുഴുക്കളയും കൂടി എടുത്തു കൊടുക്കും. പുഴുക്കളയിലും തിന്ന് നല്ലോണം വയറ് നിറഞ്ഞെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ ഞാനിവരെ കൂട്ടിനുള്ളിലേക്ക് ആക്കുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരം മാത്രമേ ഇവരെ തുറന്നിളക്കുള്ളൂ. പിന്നെ ഉച്ച മുതൽ വൈകുന്നേരം വരെ ഇവർ കൂട്ടിനുള്ളിൽ തന്നെ ആയിരിക്കും. അതിന് ആവശ്യമുള്ള വെള്ളവും വെച്ച് കൊടുത്ത് ഇതുപോലെ എന്തെങ്കിലും ഇല കിട്ടുകയാണെങ്കിൽ അത് കെട്ടിത്തൂക്കി കൊടുക്കലാന്ന് പതിവ്. സാധാരണ ഇവിടെ ചേമ്പിൻ്റെ ഇലയിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അതെല്ലാം ഒന്ന് കെട്ടിത്തൂക്കി കൊടുക്കൽ. ചേമ്പിൻ്റെ ഇലയും കപ്പക്കേൻ്റെ ഇലയും അങ്ങനെയെല്ലാം ഇതിനകത്ത് കൊളുത്തി വെച്ച് കൊടുക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വേറൊരു ഇല കൊടുക്കാമെന്ന്. അത് ഞാൻ ഗ്രാമശ്രീ കോഴികളുണ്ടായ സമയത്ത് കൊടുത്തതാണ് കേട്ടോ. ഇവരെത്രത്തോളം കഴിക്കുമെന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ എന്തായാലും കെട്ടിത്തൂക്കി കൊടുത്താൽ ഇവർ കഴിക്കൽ കുറവാണ്. ചേമ്പിൻ്റെ ഇല ആയാലും വൈകുന്നേരം വരുമ്പോഴത്തേക്ക് കുറച്ചല്ലേ കഴിച്ചിട്ടുണ്ടാവില്ല, ഫുള്ളായിട്ടൊന്നും കഴിച്ച് തീർക്കുന്നില്ല. എന്നാലും ഞാൻ വിചാരിച്ചു ആ സമയം വരെ വെറുതെ ഇടണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ എന്തെങ്കിലും കെട്ടിത്തൂക്കി കൊടുക്കുന്നത് തന്നെ. കൂട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചിടുമ്പോൾ ഇവർക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, എന്തായാലും തമ്മ കൊത്തൂടാനെല്ലാം തുടങ്ങും. അത് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ എന്തെങ്കിലും ഇലകളെല്ലാം കെട്ടിത്തൂക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് കൊടുത്ത ഇല ഏതാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമായിരിക്കും അല്ലേ. എന്നാലും ഞാൻ ശരിക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഈ തെങ്ങിൻ്റെ എല്ലാം മേലോട്ടേക്ക് പടർന്ന് കയറി കിടക്കുന്നുണ്ട. പിന്നെ ചില സ്ഥലത്തെല്ലാം ധൃതരാഷ്ട്ര പച്ച എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതിനെ വള്ളിക്കാട് എന്ന് പറയല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ കൊടുക്കുന്ന സാധനം. എന്താ ഈ ഇല കണ്ടതാ. ഇത് നല്ല വൃത്തിയിൽ കഴിക്കൂട്ടെ ഇവർ. എന്താ പറയുക, ഗ്രാമശ്രീ കോഴികളുണ്ടായ സമയത്ത് ഞാനിത് അങ്ങനെ വള്ളിയോടെ പറിച്ചിട്ട് കൊടുക്കലാണ്. വരുമ്പോഴത്തേക്ക് അതിൻ്റെ വള്ളി മാത്രം ഉണ്ടാവും, ഇല കംപ്ലീറ്റ് അവർ തിന്നിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് അവർക്ക് ഇത് കൊടുക്കുന്നതിൽ 100% സന്തോഷമേയില്ല. നാടൻ കോഴികളിപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ഇല കൊടുത്താലും അത്രയും തിന്നുന്നില്ല, വെലിങ്ങനെയൊന്നും അവർ കഴിക്കില്ല. പൊതുവേ അവരങ്ങനെയാണല്ല, അധികമൊന്നും ഭക്ഷണം എടുക്കില്ല. ഗ്രാമശ്രീ കോഴികളിന് എങ്ങനെ തിന്നാനിട്ട് കൊടുത്താലും തിന്നുകൊണ്ടിരിക്കുന്ന കോഴികളായതുകൊണ്ടാണ്. അവർ പിന്നെ തമ്മ ഈ തൂവലൂത്തി തിന്നൽ അങ്ങനത്തെ എല്ലാം ഉണ്ടല്ലോ, കൊത്തുകൂടൽ, അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിനന്നേരം ഈ ഇലയെല്ലാം പറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായത്. ഇതാണ് എനിക്ക് ഒരുപാടധികം കിട്ടുന്നത് ഈ ഇല. ചേമ്പിൻ്റെ ഇലയായാലും ആ സമയം കിട്ടുന്നത് കുറച്ച് കുറവാണ്ടായിനി. അപ്പോൾ ഇതാകുമ്പോൾ ഒരുപാടധികം തന്നെ കിട്ടുന്നത് കൊണ്ട് ഇതന്നെയാണ് ഞാൻ മിക്കവാറും സമയങ്ങളിൽ അവർക്ക് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇതേതായാലും ഞാൻ കുറച്ച് പറിച്ചിട്ട് കോഴിയുടെ കൂട്ടിൽ തൂക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏതായാലും ഉച്ച സമയമായി, കോഴികളെല്ലാം കൂട്ടിലേക്ക് കയറ്റിയിട്ടായുള്ളത്. ഇനിയിപ്പോൾ അവരെന്തായാലും അത് തിന്നോളും. അപ്പോൾ അതിവിടെ കെട്ടി തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇതിന് കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിനി. പക്ഷേ അന്നേരം അവർ കഴിച്ചിനി. ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം വള്ളി കാലിയാക്കി വെച്ചിനി. ഇതിപ്പോൾ തൂക്കിയിട്ടപ്പാടായതുകൊണ്ട് എന്തായാലും കഴിക്കൂല. ഇപ്പം പുഴുക്കളെല്ലാം തിന്നിട്ട് അകത്തേക്ക് കയറിയതേ ഉള്ളൂ. ഏകദേശം വയറെല്ലാം ഫുള്ളാണ്. അതുകൊണ്ട് ഇപ്പം അങ്ങനെ കഴിക്കാൻ ചാൻസ് കുറവാണ്. ഈ ഒരു വള്ളി എന്ന് പറയുന്നത് ഈ പച്ചക്കറി കൃഷിയെല്ലാം ചെയ്യുന്നവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നോക്കാണ്ടിട്ടിരിക്കുന്ന പറമ്പിലെല്ലാം എന്താ പറയുക, എന്ത് ചെടിയായാലും അവർക്കൊരു ഇത്തിരി മണ്ണേ വേണ്ടും, ബാക്കി ഫുൾ അവർ പടർന്ന് പിടിച്ച് അങ്ങ് നശിപ്പിക്കും. അങ്ങനെ തന്നെ ഒരു തരം ചെടിയാണ് കേട്ടോ ഇത്. കോഴികൾ മാത്രമല്ല കേട്ടോ, കന്നുകാലികൾ ഇത് നല്ലോണം കഴിക്കും. പശുവും ആടും അങ്ങനെയുള്ള മൃഗങ്ങൾക്കെല്ലാം ഈ ഇല നല്ലോണം ഇഷ്ടമാണ്, അവർ നല്ലോണം കഴിക്കുകയും ചെയ്യുമേ. അപ്പോൾ അവർക്കെല്ലാം പാലുൽപാദനത്തിനെല്ലാം നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായി. പശുക്കൾക്കെല്ലാമാണെങ്കിൽ ഈ ഒരു ഇല കൊടുക്കുന്നത് നല്ലൊരു പാലിൻ്റെ അളവ് കൂടാനെല്ലാം സാധിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. യൂട്യൂബിൻ്റെ അകത്ത് തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇത് എവിടെ കണ്ടാലും നശിപ്പിച്ച് കളയണമെന്ന് പറഞ്ഞിട്ട്. കൃഷി ചെയ്യുന്നവർക്ക് ഈ ഒരു വള്ളിച്ചെടി ഭയങ്കര ഉപദ്രവമാണെങ്കിലും കൂടി നമ്മളെ പോലുള്ള കോഴീനെയും അതുപോലെ പശു, ആട് അതുപോലെ മൃഗങ്ങളെല്ലാം വളർത്തുന്നവർക്കെല്ലാം ഈ ഒരു വള്ളിച്ചെടി എന്താ പറയുക അത്രയും സഹായിയാണ് കേട്ടോ. തീറ്റ ചിലവെല്ലാം കുറക്കുന്ന ഒരു കാര്യത്തിന് ഇതെല്ലാം പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ ഒന്നും ചെയ്യണ്ട, നമ്മൾ നട്ട് നനക്കും കൂടി വേണ്ട. അല്ലാണ്ട് തന്നെ അങ്ങനെ അധികം ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ചെറിയ കഷ്ണം എവിടെയെങ്കിലും വീണാൽ മതി, അങ്ങനെ അവിടെ പടർന്ന് പിടിക്കുന്ന പറയൽ.
ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ശരിക്കും അറിയില്ലേ. ഈ ഇലയിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നോ അങ്ങനെയുള്ളതൊന്നും അറിയില്ല. കഴിച്ചാൽ എന്താ പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടുക എന്നുള്ളതും അറിയില്ല. അങ്ങനെയെല്ലാം അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതിപ്പോൾ അറിയാത്തവർക്കെല്ലാം വലിയൊരു ഉപകാരമായിരിക്കുമല്ലോ. ഇതിപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ കൊടുത്തൊരു വള്ളിയാണ് കേട്ടോ. ഇത് ഏകദേശം ഇതാ ഇങ്ങനെ കാലിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ പുതിയത് കൊണ്ട് കൊടുത്തിട്ട് ഇപ്പോൾ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് കളഞ്ഞതാണ് കേട്ടോ. ഇതുപോലെ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികൾക്കെല്ലാം ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനും പറ്റും. അതുപോലെ അവർ ഈ സ്ട്രെസ്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടി വലിയ ഉപകാരമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്രയല്ലോ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.